വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വാർഡ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കണക്കശ്ശേരി മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ ഈ ഏകദിന പഠന ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA കുറ്റിപ്പുറത്ത് നിന്ന് നമ്മളെ പരിപാടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ MLA ഇവിടെ എത്തിച്ചേരും. അതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, മുസ്ലിം ലീഗും ഇതര സംഘടനകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കാൻ എത്തിച്ചേരുന്ന സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, അതുപോലെ ആദവനാട് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേരുന്ന ഹാരിസ് ആദവനാട്, മറ്റ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പരപ്പാര സിദ്ദീഖ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി MV വീരാൻകുട്ടി, KT ആസാദ് തിരൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗിൻ്റെ ഈ പ്രദേശത്തെ ഒരു നീളെ കാലം നമ്മോടൊപ്പം പ്രവർത്തിച്ച ബഹുമാന്യദേഹമായ കല്ലിങ്കൽ മൊയ്തീൻ കുട്ടി മാസ്റ്റർ, അതുപോലെ ഈ സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യനായ പള്ളത്തുപടിക്കൽ മമ്മിക്കുട്ടി ഹാജി, അതുപോലെ പള്ളത്തുപടിക്കൽ കുഞ്ഞിപ്പ സാഹിബ്, അതുപോലെ ഈ തൊട്ടടുത്ത വാർഡിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ T കുഞ്ഞി മുഹമ്മദ് സാഹിബ്, GCC കൊളത്തോൾ KMCCയുടെ ചെയർമാൻ MK മൊയ്തീൻ കുട്ടി സാഹിബ്, GCC കൊളത്തോൾ KMCC പ്രസിഡന്റ് TM ജാവിദ്, അതുപോലെ KMCCയുടെ ജനറൽ സെക്രട്ടറി, നേതാക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഒരു ഏകദിന പഠന ക്യാമ്പ് എന്ന ഒരു ലക്ഷ്യം നമ്മൾ ഇവിടെ സഫലീകരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ 70 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ദിവസത്തെ ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ പാർട്ടിയെ ഒരു നല്ല ശക്തിയാക്കി മാറ്റിയെടുക്കുക എന്ന ദൗത്യം ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ പാർട്ടി ഈ പ്രദേശത്ത് ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രദേശം തന്നെയായിരുന്നു. ഒരു 10-15 വർഷങ്ങൾക്കും പുറകോട്ട് ചിന്തിക്കുമ്പോൾ ബഹുമാന്യനായ മൊയ്തീൻകുട്ടി മാസ്റ്റർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് നിരന്തരം ജയിച്ചിരുന്ന നമ്മുടെ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. കുറ്റിപ്പുറം പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി കോട്ടയായി നിന്നിരുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ നാട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, വളർച്ചയുടെ പരിധികൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ഒട്ടേറെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം മുസാഫർ നഗറിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ തിരഞ്ഞെടുത്ത് 61 വീട് നിർമ്മിച്ച് നൽകാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു വസ്തുതയാണ്. അതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ 3000-4000 വരുന്ന ബൈത്തുർ റഹ്മകളൊക്കെ നിർമ്മിച്ച് നൽകാൻ നമ്മുടെ പാർട്ടിക്ക് സാധിച്ചു എന്നത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത ഒരു സംഗതിയാണ്. നമ്മുടെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന
ഓരോ സെഷനുകളിലായി വിശദമായി നമ്മോട് സംസാരിക്കും. അതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ക്യാമ്പിൻ്റെ ആദ്യ സെഷൻ്റെ സ്വാഗത ഭാഷണം നടത്തുക എന്നതാണ്. സ്വാഗത ഭാഷണത്തിന് മുമ്പ് ഈ വേദിക്ക്, ഈ പഠന ക്യാമ്പിൻ്റെ പ്രദേശത്തിന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് മർഹൂം PT സൈദാലി സാഹിബിൻ്റെ പേരിലാണ്. നമുക്കറിയാം, ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ സൈദാലി സാഹിബ്, എന്നെക്കാൾ ഉപരിയായി അദ്ദേഹത്തെ സ്മരിക്കാൻ ഇവിടെ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ളവർക്ക് ഒരുപാട് പറയാനുണ്ട്. പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ച ഒരുപാട് നേതാക്കന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് PT സൈദാലി സാഹിബിനെ പോലെ തന്നെ ഈ പ്രദേശത്ത് എൻ്റെ ഒരു അറിവിൽ നിന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ ഞാനിവിടെ ഒന്ന് നടത്തുന്നു. അവരെ സ്മരിച്ചല്ലാതെ നമുക്ക് ഈ ചടങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മർഹൂം PT സൈദാലി സാഹിബിനെ പോലെ തന്നെ ഈ പ്രദേശത്ത് പാർട്ടിയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിച്ചിരുന്ന മർഹൂം മുഹമ്മദ് കുട്ടി മൊല്ലാക്ക, അതുപോലെ തന്നെ ഉറുവിൽ മുഹമ്മദ് കുട്ടി സാഹിബ്, മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയി ദീർഘനാൾ നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ പഠന ക്യാമ്പിന്റെ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അൻവർ സാദത്ത് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച മഹാന്മാരായ ഒരുപാട് വ്യക്തികൾ നമുക്കിവിടെ ഈ ചടങ്ങിൽ സ്മരിക്കാം എന്നതുകൊണ്ടാണ് ഈ പേരുകൾ ഞാൻ പ്രത്യേകം പറയുന്നത്. അതുപോലെ പരപ്പാര യൂസുഫ് ഹാജി, ഈ നമ്മുടെ പ്രദേശത്തെ പാർട്ടിയുടെയും നമ്മുടെ നാടിൻ്റെയും എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു. മഹത്തുക്കളായിരുന്ന ഈ വ്യക്തികൾ. അതുപോലെ വലാരത്തൊടി മുഹമ്മദ് ഹാജി, കളത്തിൽ തൊടി ഇസ്മാലി സാഹിബ്, അതുപോലെ ഒറുവിൽ ഹംസ സാഹിബ്, കമ്പത്ത് ബാവ ഹാജി, അതുപോലെ പൊട്ടശാല അലിക്കുട്ടി സാഹിബ്, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവർക്കെല്ലാം അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവരെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയാണ് അവർക്ക് നമുക്ക് നൽകാനുള്ളത്. അവർ നമ്മളോട് ആത്മാർത്ഥമായി ഈ പാർട്ടിയെ നയിച്ചിരുന്ന ആ പാത നമുക്കും പിന്തുടരണം. അതിനായി നമ്മൾ ഒരു പാർട്ടിയെ കുറിച്ചൊരു ചെറിയ പഠനം നമുക്ക് നടത്തിയാൽ പുതിയ തലമുറയ്ക്ക് കൂടി അത് വലിയ ഉപകാരപ്രദമാകും എന്ന ലക്ഷ്യത്തോടെയാണ് GCC കൊളത്തോൾ KMCCയും മുസ്ലിം ലീഗും സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലം MLA ഉദ്ഘാടനത്തിന് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻവർ സാദത്ത് നെല്ലായെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മോട് രാഷ്ട്രീയ വിഷയത്തിൽ യൂത്ത് ലീഗിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ വളരെ അധികം നമ്മോട് മുന്നിൽ സവിസ്തരം പ്രതിപാദിക്കും. അതുപോലെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന കണക്കശ്ശേരി മുഹമ്മദ് കുട്ടി സാഹിബ്, ഈ വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്ന ബഹുമാന്യനായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനായ കല്ലിങ്ങൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തെയും ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം എല്ലാ സമയങ്ങളും തിരക്കുകളൊക്കെ ഒഴിവാക്കി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന VT ഷറഫു കൊളത്തോൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പള്ളത്തുംപടിക്കൽ
കുഞ്ഞിപ്പ സാഹിബ്, മാമിക്കുട്ടി സാഹിബ്, അതുപോലെ ഏനുപ്പ സാഹിബ്, ടി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, സെയ്തലബി ബാവ, MK മൊയ്തീൻകുട്ടി സാഹിബ് എന്നിവരെ എല്ലാം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാമ്പിൻ്റെ ഒരു കൃത്യനിഷ്ഠതയോടുകൂടെ നമുക്കിത് പോകണം. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം പങ്കെടുത്ത് സംസാരിക്കാനുള്ള സമയം നമ്മൾ അനുവദിക്കണം എന്നതുകൊണ്ട് ഈ സ്വാഗത ഭാഷണം ചുരുക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷനെ ഈ ചടങ്ങിൻ്റെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലെ അഭിവന്ദരായ നേതാക്കന്മാർ, ഈ സദസ്സിലുള്ള മുസ്ലിം ലീഗിൻ്റെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായി മുസ്ലിം ലീഗ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ ബഹളങ്ങളുണ്ടാക്കി നടത്തുന്ന പൊതുയോഗങ്ങളെക്കാൾ പാർട്ടി പ്രവർത്തകരെ രാഷ്ട്രീയമായി ശാക്തീകരിക്കുക എന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വർത്തമാനകാലത്ത് ചെയ്യേണ്ടത്. ഏതായാലും കുളത്തൂളിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നതിൽ അവരെ ഹൃദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഈ വേദിക്ക് ഒരു കുഴപ്പമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്ന ആളും കേൾക്കുന്ന നിങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ചയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു ക്യാമ്പിനും ക്ലാസ്സിനും ഇങ്ങനെ ഒരു സ്റ്റേജ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന നമ്മളൊക്കെ ഒരു വലിയ മഹാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ താഴെ ഇരുന്ന് ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗവുമായി മാറുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഏതായാലും മുസ്ലിം ലീഗ് സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ടുന്ന ആളുകളല്ല എൻ്റെ മുൻപിലിരിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഏറെ വലിയ സാധ്യതകളുള്ള രാഷ്ട്രീയം പോലും പ്രൊഫഷണലൈസ് ചെയ്യണം എന്നാണ് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം ഒരു ധനാഗമ മാർഗവും രാഷ്ട്രീയം ഒരു തൊഴിൽ സംരംഭവും രാഷ്ട്രീയം ഒരു ബിസിനസ് സംരംഭവും ഒക്കെ ആക്കി മാറ്റണമെന്നാണ് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം ഒരു ജോലിയെങ്കിലുമാണ് രാഷ്ട്രീയമെങ്കിൽ ഞാനും നിങ്ങളും മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കേണ്ടുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. ഞാനും നിങ്ങളും സമയം ചെലവഴിച്ച് പ്രവർത്തിക്കേണ്ടുന്ന പാർട്ടി മുസ്ലിം ലീഗ് അല്ല. കച്ചവടമൊക്കെ അങ്ങനെയാണ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ലാഭം ഉണ്ടാകണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ലാഭം ഉണ്ടാകണം, പ്രോഫിറ്റ് കിട്ടണം.
പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന് 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ലഭിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും പ്രവർത്തിക്കേണ്ടുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. എന്നാൽ അതിനു മാത്രം വിപുലമായ സംഘടനാ സൗകര്യമുള്ള പാർട്ടികൾ രാജ്യത്തുണ്ട്. അതിലാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ്, ആ ലാഭം തങ്ങളുടെ ജീവിതം ധന്യമാക്കുക എന്നതാണ്. പടച്ച റബ്ബ് നമുക്കൊരു നിശ്ചിതമായ ഒരായുസ് കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കൊളത്തോളിലെ ഈ ഗ്രാമത്തിൽ വന്ന് എൻ്റെ സംസാരം തീരുന്നതുവരെയാണ് അള്ളാഹു എൻ്റെ ആയുസ് കണക്കാക്കിയിട്ടുള്ളത് എങ്കിൽ എൻ്റെ ഈ സംസാരം തീരുന്നതോടുകൂടെ ഞാൻ ഇവിടെ വെച്ച് മരണപ്പെടും. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതിനുശേഷം ഒരു ലോകമുണ്ട് എന്നാണ്. അതിനുശേഷം നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ശരീരത്തെ ഒരുപക്ഷെ മണ്ണോട് ചേരാൻ ഏൽപ്പിച്ച് നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ഒരു സുരക്ഷിത വലയത്തിലേക്ക്, ദൈവത്തിൻ്റെ മാത്രം നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ജീവനെ, ആത്മാവിനെ പറഞ്ഞയക്കുകയാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. നമ്മൾ എന്തു ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു നിശ്ചിത കാലഘട്ടം എത്തുമ്പോൾ, ഒരു നിശ്ചിത സമയമെടുക്കുമ്പോൾ നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആരാണ് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട്. ആരാണ് സ്വർഗാവകാശി എന്ന് ചോദിക്കാറുണ്ട്. സ്വർഗാവകാശി ജീവിതത്തെ വിജയത്തിലെത്തിച്ചവനാണ്. അള്ളാഹു ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ മനുഷ്യ ജന്മത്തിന് ഒരു നിയോഗമുണ്ട്. നിശ്ചിതമായ ആയുസ് കണക്കാക്കി ഒരു മനുഷ്യനെ ഒരു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മനുഷ്യൻ വളരെ സ്വതന്ത്രനായി മാറുകയാണ്. അവിടെ അവന്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട്. ആ നിയോഗം നിർവഹിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കണക്കെത്തുന്ന സമയത്ത് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം നിർവഹിച്ചവനാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. അവനാണ് സ്വർഗാവകാശി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ നിയോഗം നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞതെന്താണ്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഒരു സംഘം ആളുകൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വരികയാണ്, ഇമാം മാലിക്കിൻ്റെ അടുത്ത്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം എന്നാണ്. ഇമാം മാലിക് അവരോട് ചോദിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നത്? അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനാണ്, മതത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങളൊരു പുസ്തകം എഴുതണം. ഇമാം മാലിക് അവരോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനാണ് പുസ്തകം എഴുതാൻ എന്നോട് ആവശ്യപ്പെടുന്നത് എങ്കിൽ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല.
ലോകത്ത് ആയിരക്കണക്കായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുണ്ട്. ആ അനുചരന്മാരുടെ ജീവിതം കണ്ട്, ലോകത്തെ ആയിരക്കണക്കായ വിശ്വാസികളുടെ ജീവിതം കണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കുക എന്നാണ്. അവരുടെ ജീവിതം നോക്കിയിട്ട് അവർ ഇസ്ലാമിനെ പഠിക്കട്ടെ എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വലിയ പുസ്തകങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ഒരു 90 വർഷക്കാലത്തെ ഒരു ചരിത്രം, അതല്ലെങ്കിൽ ഇന്ത്യയിലെ 69 വർഷക്കാലത്തെ ഒരു ചരിത്രം നമുക്ക് പഠിക്കാൻ നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളൊന്നുമില്ല. എന്നാൽ മുസ്ലിം ലീഗിനെ നമ്മൾ എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റിയത്? എങ്ങനെയാണ്? മുസ്ലിം ലീഗുകാരന്റെ ജീവിതമാണ്, മുസ്ലിം ലീഗുകാരന്റെ 69 വർഷക്കാലത്തെ മുസ്ലിം ലീഗുകാരന്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിനകത്ത് അവൻ കാത്തു സൂക്ഷിച്ച നന്മയും നേരുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിനകത്ത്, അതല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ രൂപീകരിക്കപ്പെട്ട ഒരു സന്ദർഭം, മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെടുത്ത, മുസ്ലിം ലീഗ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരു കാലം. ആ കാലത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. ആരാണ് മുസ്ലിം ലീഗിനെ ആഗ്രഹിച്ചത്? മുസ്ലിം ലീഗിനെ ആഗ്രഹിച്ചത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതൃരംഗത്തുള്ള വളരെ ചുരുക്കം ചില ആളുകളാണ്. വിരലിലെണ്ണാവുന്ന ആളുകളാണ് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് നിലനിൽക്കണം എന്നാഗ്രഹിച്ചത്. എന്നാൽ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിജയമാർഗങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ടല്ല. അബുൽ കലാം ആസാദ് മുസ്ലിം ലീഗിനെ എതിർത്തു. ദുയോബന്ദിലെ ഒരുപാട് പണ്ഡിതന്മാർ മുസ്ലിം ലീഗിനെതിരായി നിലകൊണ്ടു. മാറി മാറി വന്ന ഡൽഹിയിലെ ഇമാമുമാർ മുസ്ലിം ലീഗിനെതിരായിട്ടാണ് നിന്നത്, നിലപാടുകൾ സ്വീകരിച്ചത്. എന്നാൽ അത്ര വലിയ പാണ്ഡിത്യം അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ചെറിയ സംഘമാണ് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ, ബി പോക്കർ സാഹിബിനെ പോലെ, ഉപ്പി സാഹിബിനെ പോലെ ഒരു ചെറിയ സംഘമാണ് മുസ്ലിം ലീഗിനെ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാന്യനായ MLA, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നത് അധിക പ്രസംഗമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ബഹുമാന്യനായ MLA നിങ്ങളോട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA പ്രൊഫസർ ആബിദ് KK ഹുസൈൻ തങ്ങൾ അവരെ ക്ഷണിച്ചോളൂ. അഭിനന്ദനായ അധ്യക്ഷൻ കനകശ്ശേരി മുഹമ്മദ് കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട സാബിർ, കൊളത്തോളിലെ മുസ്ലിം ലീഗിൻ്റെ മുന്നണി പോരാളികളായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളെയും മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യങ്ങളെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഉദ്ദേശം സഫലീകരിക്കാനാണ് ഇങ്ങനെയൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ
നിങ്ങളോടൊപ്പം സംവദിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. 2 ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച്